മീൻ പിടിക്കാൻ ഇറങ്ങിയതാ. അതിന്ന് ഹരി മീൻ പിടിക്കുന്ന പറഞ്ഞു. നമ്മള് മീൻ പിടിക്കുമെന്ന് പറഞ്ഞോണ്ട് ഇന്നലെ ഇവിടെ കൊണ്ട് കുറച്ച് മീനിനെ ഹരിയോടെ ഇട്ടു. ഒരു മീന് ഭക്ഷണം കൊടുത്തു. അന്നദാന പരിപാടി. കടയിൽ പോയി മീനെ മേടിക്കാം. മീൻ പിടിക്കുന്ന നാളത്തേക്കാക്കിയ കുഴപ്പമുണ്ടോ? അങ്കിളുടെ വീടിന്റെ അപ്പുറത്ത് അങ്കിളുടെ അക്കൂറത്തിന്ന് മീൻ പിടിക്കാൻ. അക്കൂറല്ല, അവിടെ ചെമ്പല് വലിയ വലിയ സ്ഥലം വരുന്നത് എവിടെയാണ്? കരുവാറ്റ. കൈൻഡ് ഓഫ് ഹരിപ്പാട്. ലാസ്റ്റ് മീനെ പിടിച്ചത് 10-ലാണ്. നീ എത്ര മീൻ തീറ്റ കൊടുത്തു? നീ ഞാൻ കൊടുക്കട്ടെ. എന്തൊക്കെയോ അനക്കമുണ്ട്. പാമ്പാന്ന് തോന്നുന്നു. എന്തേലും പറയാനുണ്ടോ? മീനെ കിട്ടാൻ നോക്കിയത്. ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളൊരു കടി കിട്ടി. ഡ്രസ്സിന് മീനും കിട്ടിയില്ല, മീനിന്റെ കയ്യിൽ നിന്ന് കടിയും കിട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മളെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് വരിക. ഇത് നമ്മൾ ഇന്നലെ മീൻ പിടിക്കാൻ പോകുന്ന വരെ ഉള്ള കാണിച്ചിട്ട് നിർത്തിക്കോണം. അപ്പൊ അതിന്റെ ബാക്കി ഇത് കാണാം. സോ ലെറ്റ്സ് ഗോ. കണ്ണ്, ചെവി, ഈ ചുണ്ട്, ഇതൊക്കെ ഇങ്ങനെ വണ്ടി ഈശ്വര കറണ്ട് പ്രൊഫഷണൽ ഇത് കേടാന്ന് പറഞ്ഞ ഇത് ആരും പേടിക്കണ്ട. ചൂണ്ടവള്ളിയുടെ കുഴപ്പമാണ്, ഹരിക്ക് ഒരു കുഴപ്പമില്ല. ആഴക്കടലിൽ പോ. ആഴക്കടലോ? മീൻ പിടിക്കാൻ ഇറങ്ങിയതാ. സാധനമൊക്കെ സെറ്റാ, പക്ഷെ ഇര കിട്ടിയിട്ടില്ല. ജസ്സിനെ അവിടെ കുഴിച്ചോണ്ടിരിക്കുക, തപ്പിക്കൊണ്ടിരിക്കുക. മീൻ പിടിക്കുന്ന നാളത്തേക്കാക്കിയ കുഴപ്പമുണ്ടോ? തപ്പ് ഒരു നീല സാധനം അത് കിട്ടുകയല്ല. ഇതിനെ ഇട്ടാ കിട്ടി. പച്ച കളറിലേ കിട്ടുള്ളൂ, പക്ഷെ ഇതിനെ ഇട്ടാ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും പോയി. ആദ്യം ഇതിനെ കൊല്ലു ശിവകാമി. വിരലുകൾ 4. ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് കാണിച്ചു, ഒരു മീനെ പിടിച്ച് കാണിച്ചു. ആദ്യം ഇതിനെ പിടിക്കണം, എന്നിട്ട് നെസുക്കി വിടണം. നോ, വി ഷുഡ് ഇൻസേർട്ട് ദിസ് തിങ് ഇൻ. എടാ ഹരി, ഒത്തിരി ഇടണ്ട. ഇത് മീനെ കിട്ടിയാലേ വ്ലോഗ് എടുത്തുള്ളൂ. അതുകൊണ്ട് നീ ഒരുപാട് കുണ്ടിക്കോടെ ഇങ്ങനെ ചൂണ്ട കയറ്റണം. പ്രൊഫഷണൽ എന്ന് പറഞ്ഞപ്പം ഇത്രയും പ്രൊഫഷണൽ എന്ന് വിചാരിച്ചല്ലേ. ഇനി ഇതിന്റെ അകത്തുനിന്ന് ഹരി മീൻ പിടിക്കുന്ന പറഞ്ഞേക്കണം. ഇതിന്റെ അകത്തുനിന്ന് ഇത് ഹരിയുടെ വീട്ടിൽ നിന്ന് തന്നെ വരുന്ന വേസ്റ്റ്. നമ്മള് മീൻ പിടിക്കുമെന്ന് പറഞ്ഞോണ്ട് ഇന്നലെ ഇവിടെ കൊണ്ട് കുറച്ച് മീനിനെ ഹരിയോടെ ഇട്ടു. ഓക്കെ. മഴയാണ്ടൊന്നും മീനൊന്നും കുത്തുന്നില്ല. മീനുണ്ടാവണ കുത്തം. ഇതിനൊക്കെ ഞാൻ പിടിക്കണേ. ഒരു മീന് ഭക്ഷണം കൊടുത്തു. ഇന്ന് അന്നദാന പരിപാടി. ഇതിങ്ങനെയാണ്, ഇത് കൊത്തേണ്ടതാണ്. കൊത്തണ മീനെ കൊത്ത്. നോ രക്ഷ. ഇത് നമുക്ക് കടയിൽ പോയി മീനെ മേടിക്കാം. എന്തായാലും പിടിക്കുമല്ലോ. ഇതിനെ സമയം നമ്മളെ മീനെന്നും പറഞ്ഞാൽ വല്ല തവളേനൊക്കെ ആയിരിക്കും. പേഷ്യൻസ് വേണം. അമ്മാവിന്റെ അവിടെ പോയാൽ മീനെ കിട്ടും. അവിടെ പോയാലോ? അവിടെ പോവാം. ഇനിയിപ്പോ അവിടെയും കൂടെ പോകാനുള്ളൂ. അവിടെ പോയാൽ കൺഫേം കിട്ടും. അതെ. പോകുന്നുണ്ടോ? അങ്കിളുടെ വീടിന്റെ അപ്പുറത്ത് അങ്കിളുടെ അവിടെ നല്ല അക്കൂറത്തിന്ന് മീൻ പിടിക്കാൻ. അക്കൂറല്ല, അവിടെ ചെമ്പല് വലിയ ചെമ്പല്. വലിയ വലിയ സ്രാവുണ്ടോ? സ്രാവ് വണ്ടി എടുക്കേണ്ടി വരും. സ്ഥലം വരുന്നത് എവിടെയാണ്? കരുവാറ്റ. വിച്ച് സിറ്റി? കൈൻഡ് ഓഫ് ഹരിപ്പാട്. ഹരിപ്പാടാണ്. വിച്ച് ഡിസ്ട്രിക്ട് ബ്രോ? ആലപ്പുഴ ബ്രോ. ഇറ്റ്സ് ആലപ്പുഴ. ഓക്കെ. ഓ ഇതാണ് സ്ഥലം. കരുവാറ്റ. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടാ. കരുവാറ്റ. ഹരിനെ പിടിച്ച് ഓടിപ്പോയി ഗൈസ് നമ്മള് വന്നപ്പോഴേക്കും. എന്റെ സ്പോട്ടിനല്ലേ ഇതുവരെ ഒന്ന് കൊത്തിയിട്ട് പോലും. ഒരുത്താണ് ചൂണ്ട വരെ ഒടിച്ചു കളഞ്ഞു.
ഹരിയുടെ ചൂണ്ട പകുതി ചൂണ്ടയൊക്കെ കിട്ടുവോ? കൈ പിടിച്ചോണ്ട് പിടിക്കുന്നതായിരുന്നു. വള്ളി കൈ വെച്ച് എറിയുന്ന പറഞ്ഞ. എന്റെ ജീവിതത്തിൽ ഞാൻ ലാസ്റ്റ് മീനെ പിടിച്ചത് 10-ലാണ്. ഫുള്ള് സ്കാമാ, ഫുള്ള് സ്കാമാ. നീ എത്ര മീൻ തീറ്റ കൊടുത്തു? ഇനി ഞാൻ കൊടുക്കട്ടെ കുറച്ച്. അപ്പുറത്തിട്ട് ഒരേ ചൂണ്ട രണ്ടും ഒരുമിച്ചാവൂടാ. വിവരം ഇല്ലാത്ത രണ്ടിനും തീറ്റയാവില്ല. അപ്പൊ ഉണ്ടല്ലേ കോൺസെൻട്രേഷൻ ഈ കൊത്തുന്നുണ്ടോ? എന്തൊക്കെയോ അനക്കമുണ്ട്. പാമ്പാന്ന് തോന്നുന്നു. ആമയാണെന്ന് എനിക്ക് തോന്നുന്നു. ആമ കിട്ടിയ ജസ്റ്റ് നല്ല ക്ഷമ വേണം അല്ലേ ശരി? ഒരു നല്ല തീറ്റ പിടിച്ച് 8 മീനെ പിടിച്ചത്. ജസ്വിൻ എന്തേലും പറയാനുണ്ടോ? മീനെ കിട്ടാൻ നോക്കിയിരുന്നു. എന്താ പ്രശ്ന? ചുമ്മാ അതാണ്. ഒരെണ്ണത്തിനെ കിട്ടി. ഇനി അടുത്ത് ജസ്വിൻ. ഹരി കഴിവ് തെളിയിച്ചു. ഇനി നമുക്ക് ജസ്വിൻ തെളിയിക്കുമോന്ന് നോക്കാം. കൊത്തുന്നുണ്ട്. കുത്തിയിട്ട് കിട്ടിയില്ല. നീ അവിടുന്ന് മാറി. അത് ഒറ്റയ്ക്ക് മീൻ പിടിക്കുന്ന അമല് പായലിന്റെ അകത്ത് പോയി മീൻ പിടിക്കുന്നു. ഇവിടെ നിന്നും കിട്ടുന്നില്ലെന്നും പറഞ്ഞിട്ട് അതിന്റെ അകത്തോണ്ട ചൂണ്ടിടുന്നതാണ്. ഇതെന്ത് ഇത്? എടാ നീ എന്താ ഇറങ്ങി എടുക്കടാ ഹരി. രണ്ടാമത്തെ ഹരി 2 തവണ പിടിച്ചു. 1 മണിക്കൂർ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിനെ എടുത്തിട്ടേ ഇത് 2 എണ്ണം കൊള്ളാട്ടോ. ഇത് ചെറുതാ. അത് വലുതായിരുന്നു. ഹരി യു ഗുഡ്. കഴിവുള്ളവരാ. മഴ ഇടുന്നുണ്ടോ കാണിക്കണ്ടോ? ആ ചൂണ്ട എന്നിട്ട് ഞാനിപ്പോ അടുത്തന്നെ പിടിച്ചേ. ജസ്റ്റിനെ പോട്ടറാ. ഞാൻ നിങ്ങൾ വിട്ടോ, ഞാൻ നമുക്ക് പോവാം. മനസ്സിലാവും. നമ്മൾ ഇതിനെ തിരിച്ച് അതിന്റെ സ്ഥലത്തേക്ക് തന്നെ വിടുക കേട്ടോ. നമ്മളൊരു കടി കിട്ടി. ജസ്റ്റിന് മീനും കിട്ടിയില്ല, മീനിന്റെ കയ്യിൽ നിന്ന് കടിയും കിട്ടി. നമ്മൾ അതിനെ വിടുവാണ്. ഇതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അയ്യോ അത് ചത്തെന്ന് തോന്നുന്നു. അതിനെ കൊന്നു കളഞ്ഞടാ. അടുത്തന്നെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ചവിട്ടി താഴെയിട്ടടാ അവനെ. ചത്തിട്ടില്ല. എന്തൊരു ദുഷ്ടനല്ലേ. ഹരി ചാടി CPR കൊടുത്തു. മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞു. ആ 2 എണ്ണത്തിനെ നമ്മൾ തിരിച്ച് വിട്ടിട്ടുണ്ട്. ഒരെണ്ണം ചത്തെന്ന ഓർത്ത, പക്ഷെ അതിന് ജീവനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റിനൊരു ക്രൂരനായ കാര്യം ഞാൻ അറിഞ്ഞില്ല. അവനൊരു സൈക്കോ ആണ് ഗൈസ്. ഇപ്പോഴാണ് അവന്റെ ക്യാരക്ടർ പുറത്തായത്. സൈക്കോ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായി അതുക്കും മാനസിക വിഭ്രാന്തിയുടെ PhD എടുത്തിട്ട് വന്ന എന്താ പ്രശ്നമുണ്ട്? നീ എന്തിനാണ് അതിനെ എടുത്തു എറിഞ്ഞേ? അത് കൊത്തി. മീനാകുമ്പോ പിന്നെ കൈ കിട്ടാ കൊത്തൂല്ലേ? അതിനെ അടിച്ചു, ചവിട്ടി എറിഞ്ഞ് ആ ഓല പിടിച്ച് തലയല്ലേ അത് ചത്ത. പിന്നെ അത് പുല്ലിങ്ങനെ സൈക്കിഗൈ. നമ്മൾ ചൂണ്ടൊക്കെ ഇട്ട് തിരിച്ചിവിടെ എത്തി. ഇതാണ് ഹരിയുടെ വീട്. ബ്യൂട്ടിഫുൾ ഹോം. ഇതാണ് ഹരിയുടെ 2 പെറ്റ്. റൂബി, തക്കടു. എന്റെ പൊന്നു ഗോപി, പ്ലീസ്.
ഭയങ്കര പേടിയാ. കൂട്ടിക്കയറാൻ പറഞ്ഞ അപ്പൊ കയറും. രണ്ടും കൂടെ ഒരുമിച്ച് കയറോടെ. ജെഫിൻ കൂട്ടിക്കയറ്. ജെഫിനെ കണ്ണാ കുട്ടി കയറിക്കേ. കുട്ടി കയറിക്കേ. ഗുഡ് 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 ഗുഡ്. വാട്ട് ഗുഡ്. ഹരിയുടെ കൂടെ ഇതല്ലേ, ഹരിയുടെ കൂടെ അതാ അവിടെ അങ്ങോട്ടില്ല ഫുഡ്. ഹരിയുടെ കൂടെ ചിലപ്പോഴൊക്കെ അവിടെ ചിലപ്പോഴൊക്കെ അവിടെ. ഓവേ നോട്ടേ എപ്പോഴും ഇവിടെ കുഴപ്പമില്ല. എന്നൊന്നുമില്ല. ഹരിയുടെ ഡയറി. ഒരു ഡയറി ഇല്ല. വായിച്ചോ വായിച്ചോ. ആകെ ഒരു ദിവസം തുടങ്ങി, പണ്ട് തുടങ്ങി. കുഴപ്പമില്ല. ഫസ്റ്റ് നീ പുറത്തിറങ്ങിയോടെ ഞാൻ കാണാൻ വായിക്കാം. പുറത്തിറങ്ങിക്കോണെ ഞങ്ങൾ ഇത്തന്നെ അച്ചടിച്ചു വായിക്കാം. നീ പുറത്തിറങ്ങിക്ക്. ഇല്ല ഇല്ല, നീ പുറത്തിറങ്ങി വെക്കുന്നു. അതൊന്നും പുറത്തിറങ്ങി ഞാൻ പുറക്ക വായിക്കും. ഹരിയുടെ ഒരു സീക്രട്ട് റൂം കാണിച്ചു തരാം. അല്ല, സീക്രട്ട് സ്ഥലം കാണിച്ചു തരാം. ഏതോ മോൺസ്റ്റർ കടയിലായിരുന്നു തോന്നുന്നു. ഇനിയുണ്ട്. ഹരീസ് കളക്ഷൻസ്. കേട്ടോ, Day 1 discipline. No more overthinking. I should trust myself to improve. So I am stepping and stopping everything that are not monetary in my life. ഇല്ല പോരാ. Hope all things will move in a right way from now onwards. I will try my best to do that. No more laziness from now. ഫോട്ടോ എടുത്ത് വെച്ചില്ലേ? ഹരി ഷോക്കടാ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു 4:30 ആയപ്പോൾ ഇറങ്ങി നമ്മൾ തിരിച്ച് തിരുവല്ലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. ഇത് നമ്മുടെ ഹരിയുടെ അമ്മയാണ്. അവിടുന്ന് നമുക്ക് കുറേ അധികം ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നിട്ടാണ് വിട്ടേ, നമുക്ക് റൂമിൽ പോയിട്ട് കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഹരിയുടെ അമ്മയുടെ ചേച്ചിയാണ്. പോകുന്ന വഴിക്ക് വെള്ളം, കുറച്ച് വെള്ളമുണ്ട്. ബൈക്ക് ബുള്ളറ്റാണ്. സൈലൻസർ മിക്കവാറും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം എന്തോരം ഉണ്ടെന്ന്. നമ്മളവിടെ നിൽക്കുവാണ്, നോക്കിയിട്ട് വരാൻ. ഇപ്പം ഇത്ര ഉണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കാണും. ഗസ്സിനും ഹരിയും അമ്മര് കടന്നപ്പുറം എത്തി. ഇവിടെ ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ ഒരു വണ്ടി കുടുങ്ങി കിടപ്പുണ്ട്, ഒരു കാർ. ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിൽ വന്ന് എന്താണേലും അതിനകത്ത് വെള്ളം കയറിയത്. അമ്മാരുടെ ബൈക്കിനകത്ത് സൈലൻസർ വെള്ളം കയറുന്ന ബൈക്ക് കണക്ക് വെക്കും. സൈലൻസറിൽ കയറി അകത്തേക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കയറാൻ പണിയാണ്. കുറച്ചുമ്പത്തേക്കാൾ വെള്ളം കൂടുതൽ. അതിന് ഇനി പോകുന്ന വഴിക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടോ? തിരുവല്ല, കുറ്റൂര്, പ്രാവൻകൂട് വരെ പോയാൽ മതി. അവിടുന്ന് നേരെ ഹൈവേ കയറിയാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോ മറ്റേ ചക്കുളത്തിന്റെ അവിടെ നിന്ന് സീനായി. തിരുവല്ല ടൗണിൽ നിന്ന് ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ വീട്ടിലേക്ക്. പക്ഷെ ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണ്. കാണിക്കാട്ടോ എന്റെ പൊന്നോ. ഇതിലെങ്ങനെ പോകും? നടന്നു പോകാനേ പറ്റുള്ളൂ, വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പുറത്ത് സാരമില്ല. ഇല്ല, പോവാന്നുള്ളത് ആൾക്ക് ഇപ്പുറം ഇവിടെ ഭയങ്കര
ഇവിടെ അല്ലേ ഇവിടെ അല്ലേ ഞാനിവിടെ ഇവിടെ ഞങ്ങളെന്താണേലും ഈ വെള്ളത്തിൽ കൂടെ നടക്കും, വേറെ വഴിയൊന്നുമില്ല. ഗൈസ്, ഞങ്ങള് തിരുവല്ല എത്തിയിട്ട് റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഇത് കുറ്റൂര് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുക. ഗൈസ്, ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. കുറ്റൂര് പാലത്തിന് മുമ്പുള്ള അവസ്ഥ ഇതിലെ ഇങ്ങനെയാണ് ോളം വെള്ളമുണ്ട്. വെള്ളം കൂടി പിന്നെ അപ്പം എത്തി. വണ്ടി കൂടി നമ്മൾ തള്ളിക്കൊടുക്കുന്നു. എടിക്ക് വണ്ടീനൊക്കെ വെയിറ്റ് എന്റെ കാലിനാ. തള്ളിക്ക വരി. നമ്മള് മാത്രമേ തള്ളുന്നുള്ളല്ലേ? നമ്മളല്ല, ഞാൻ മാത്രം. അതിന് രണ്ടുപേരും വെച്ചാൽ ഒറ്റ അടിയുണ്ടാവോ? ചെവിക്കലിനടിയും. അവൻ വിരൽ സ്പർശം ഉണ്ടാക്കിയിട്ട് അവൻ നമ്മുടെ പുറകിലെ ബ്ലോക്ക് വായിച്ചു. നമ്മുടെ പോലെ ഗൈസ്, ഇത് കഴിയുമ്പോൾ ഒരു പാലമുണ്ട്. പാലത്തിൻ്റെ അപ്പുറം ഇതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ. പിന്നെ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇതേപോലെ വെള്ളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നേരെ വീട്ടിലേക്ക് വന്നു. നമുക്കിപ്പോൾ ഒരാഴ്ചത്തേക്ക് സ്കൂളും കോളേജും എല്ലാം അവിടെ അവധി കൊടുത്തേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാണുള്ളത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ചെന്നാൽ മതി കോളേജിലേക്ക്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിലൊന്നും ചാർജ് ഇല്ലായിരുന്നു. സോ നമുക്കിനി തിങ്കളാഴ്ച കോളേജിൽ ചെന്നിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്. ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കുക. ബൈ ബൈ.